അനൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സീരീസിന്റെ എത്രാമത്തെ ദിവസം ഓർമ്മയുണ്ടോ? 8ാമത്തെ ദിവസമായി. അതായത് ഓണം ഇന്നേക്ക് 8 ദിവസമായി. നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നറിയോ? ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ഫസ്റ്റ് ഓണം സീരീസിന്റെ ഫസ്റ്റ് വീഡിയോയില്, അതായത് നമ്മളെ കണ്ണൂരുകാർക്ക് ഒരു നോൺ വെജ് എങ്ങും വേണമെന്നുള്ളത്, ആ ഒരു നോൺ വെജ് ഡിഷാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഒരു നല്ല അടിപൊളി മീൻകറിയാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് ഓണസദ്യക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അത് ഏതാ മീനെന്നറിയോ? നല്ല അയക്കൂറക്കറിയാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ നമ്മുടെ ഓണസദ്യയിലെ പ്രധാനമായ രസം കൂടി ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ 2 റെസിപ്പീസ് ആണ് ഇന്നത്തെ നമ്മുടെ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ആ റെസിപ്പീസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങ അരച്ച് വെച്ച് അയക്കൂറക്കറിയായിട്ടോ ആക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു തേങ്ങ എടുത്ത് പൊട്ടിച്ച് അത് ചിരവിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ തേങ്ങ വെച്ചിട്ട് നമുക്ക് അരവ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് ജീരകവും ഞാനിവിടെ തേങ്ങേൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പുളി വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഒരു ബൗളെടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം പുളി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുള്ളതെന്ന്. അതിനകത്തേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ പുളി പിഴിഞ്ഞെടുക്കുക ചെയ്യുന്നത്. പുളി പിഴിഞ്ഞെടുത്തിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഈ മൺചട്ടിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച അരവുണ്ടല്ലോ, അത് ഞാൻ ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഞാൻ നേരത്തെ അരവാക്കുമ്പോൾ ടീസ്പൂണിൻ്റെ കണക്ക് പറയാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ഒരു 1/4 ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ മുളക് പൊടിയും എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ 1 ടീസ്പൂണിൻ്റെ അളവിൽ ജീരകവും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരച്ച ആ മിക്സീൻ്റെ ജാറിൽ ഒരു 1/4 ഗ്ലാസിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഞാൻ ഈ അരവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ ഞാൻ ആഡ് ചെയ്തിരുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ, വലുതാണെങ്കിൽ 1 മതിയാവും. കാരണം നമ്മൾ പുളിവെള്ളവും കൂടി ചേർക്കുമല്ലോ ഇനി. അപ്പോൾ പുളിവെള്ളം ചേർക്കുമ്പോൾ നമ്മൾ പുളി മാറ്റിയിട്ട് വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ആ കൈ കൊണ്ട് ആ പുളി ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം നമുക്ക് കറിയിലേക്ക്. ഇതിൻ്റെ അകത്തേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം ഞാൻ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഓരോ മീനായിട്ട് വെച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്, അതുകൊണ്ട് ചൂടായി വരുന്ന അത്ര കേട്ടോ. ഫ്ലെയിം ഇപ്പോഴേ കൂട്ടി വെക്കണ്ട. അപ്പം മീൻ നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മീൻ ചേർത്തതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളെ പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടി ഉപ്പാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. കാരണം കല്ലുപ്പ് എനിക്ക് മീൻകറിക്ക് ശരിയാവില്ല കേട്ടോ, എങ്ങനെയായാലും കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ പൊടിയുപ്പ് എൻ്റെ പാകത്തിനുള്ളത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ അളവിനുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, മീനിനൊന്നും പൊട്ടിക്കാതെ. അതിനുശേഷം 2 തണ്ടിൻ്റെ അളവിൽ കരിവേപ്പില ഞാൻ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കഴിയുന്ന ഫ്രഷ് കരിവേപ്പില ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നിത് ചൂടാക്കിയെടുക്കാം ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി മൂടി വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ കേട്ടോ ഇപ്പോൾ ഉള്ളത്. മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് ചൂടാക്കിയെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം ഞാൻ ആദ്യം എന്തിട്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കാത്തതെന്ന്. കാരണം എനിക്ക് അത്ര എരിവ് ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ അത്ര എരിവ് ഉണ്ടാകില്ല. അപ്പം ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് ചേർത്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു സ്പാച്ചുല വെച്ചിട്ട് മെല്ലനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം മീൻ പൊട്ടാൻ പാടില്ല ഈ ഒരു ടൈം. അപ്പം നമ്മൾ മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട ടൈം ആകും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിൽ വീണ്ടും ഞാൻ വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ഫിഷിൻ്റെ പീസസൊക്കെ ഇവിടെ റെഡിയായി വന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പോട്ടിലേക്ക് മാറ്റി കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മീൻകറിയാണ്. എന്തായാലും ഈ ഓണത്തിന് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം നമ്മൾ
മീൻകറി എടുത്തിട്ട് സൈഡിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിനി രസമാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രസം നല്ല രസമായിട്ട് ആക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എൻ്റെ രസത്തിൻ്റെത്. അപ്പോൾ അതെങ്ങനെയാക്കാമെന്ന് നമുക്ക് നോക്കാം. രസമാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ പുളിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പുളി വെച്ചതിന് ശേഷം 2.5 ഗ്ലാസിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ പുളി ഒന്ന് ഞാൻ പിഴിഞ്ഞെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പുളി വേണ്ടിക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ അളവിനുള്ളത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് വേണം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി കൈ കൊണ്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ ചതച്ചിട്ടും കുറച്ച് സാധനങ്ങൾ പൊടിച്ചിട്ടും എടുക്കാനുണ്ട്. ഇത് നമ്മൾ ഫുൾ നാച്ചുറൽ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്, അതായത് മിക്സി ഉപയോഗിക്കുന്നില്ല എന്ന് അർത്ഥം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജീരകവും അതിൻ്റെ കൂടെ കുരുമുളകും പൊടിച്ചെടുക്കുക ചെയ്യുന്നത് കല്ലിലിട്ടിട്ട്. അപ്പോൾ ജീരകം ഞാനിവിടെ 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ജീരകവും 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ കുരുമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കാം നമുക്ക്. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് 2 കഷ്ണം ഇഞ്ചിയും 4 കഷ്ണം വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക ചെയ്യുന്നത്. ഈ ഒരു രൂപത്തിലാട്ടോ ഉണ്ടാകേണ്ടത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പുളിവെള്ളത്തിലേക്ക് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ പുളി മാറ്റീന് കേട്ടോ. ഇതിപ്പോൾ അരിച്ചിട്ടുള്ള പുളിവെള്ളം മാത്രമാണ്. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് രണ്ടാമതായി നമ്മൾ പൊടിച്ച് വെച്ച പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് ജീരകവും കുരുമുളകും കൂടിയുള്ള. അതിനുശേഷം മല്ലിപ്പൊടിയും 1 ടീസ്പൂണിൻ്റെ അളവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മഞ്ഞൾ പൊടി 1/4 ടീസ്പൂണിൻ്റെ അളവിലും മുളക് പൊടി 1 ടീസ്പൂണിൻ്റെ അളവിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയും നമ്മൾ ഇതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാര്യം അതിൻ്റെ നടുക്ക് പറഞ്ഞോട്ടെ, ഞാൻ ഈ വീഡിയോന് വോയിസ് ഓവർ കൊടുക്കുന്ന ടൈം എൻ്റെ കുഞ്ഞുമോൻ എൻ്റെ കയ്യിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ആ ശ്വാസം വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അതൊന്ന് ഇഗ്നോർ ചെയ്യണേ. ഇനി ഇതിൻ്റെ അകത്തേക്ക് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ തക്കാളി ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കരിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ തണ്ട് ഒഴിവാക്കിയിട്ട് 2 തണ്ടിൻ്റെ അളവിൽ കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിന്ന് മണ്ണിൻ്റെ കുടുക്കയിലാണ് കേട്ടോ രസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മണ്ണിൻ്റെ കുടുക്ക എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളെ കുടുക്ക ചൂടായി വരാൻ വെയിറ്റ് ചെയ്യാം. കുടുക്ക ചൂടായതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ കോക്കനട്ട് ഓയിൽ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ അകത്തേക്ക് കടുവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂണിൻ്റെ അളവിൽ കടുവ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 കായ്മുളക് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 തണ്ടിൻ്റെ അളവിൽ കരിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കായും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3ഉം കൂടി നമുക്ക് ഇത് 4ഉം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ പുളിവെള്ളത്തിൽ റെഡിയാക്കി വെച്ച ആ മിക്സ് ഉണ്ടല്ലോ എല്ലാം കൂടി ഇട്ടിട്ടുള്ളത് അത് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇനി ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരു മൂടി വെച്ചിട്ട് 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. അപ്പോൾ അത് ചൂടായി വരുന്ന ടൈം നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മൾ ഓണം സീരീസ് മാത്രമല്ല എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ മൂടി ഓപ്പൺ ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. ഓപ്പൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈം നിങ്ങൾക്ക് ഉപ്പ് എരിവ് എന്തെങ്കിലും വേണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ തൽക്കാലം എല്ലാ അളവിന് തന്നെ ഉള്ളതുകൊണ്ട് ഞാനൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഒരു 5 മിനിറ്റും കൂടി ചൂടാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി ചൂടാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ രസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്കോ ഇത് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ 2 റെസിപ്പിയും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയണേ എന്നോട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മള് 2 റെസിപ്പീസും? വളരെ സിമ്പിൾ ആയിട്ടുള്ള 2 റെസിപ്പീസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പൊ അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ, അതായത് നാളെ കാണുന്നവരെ